ബിഗ് ബോസ് മലയാളം സീസൺ 6 വളരെ സുപ്രധാനമായൊരു ദിവസമാണ് ഇന്നത്തേത്. കാരണം ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ഇന്ന് ജാസ്മിനെ കാണുവാൻ ബി ഹൗസിലേക്ക് എത്തുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വാർത്തകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാസ്മിന്റെ ഉപ്പ ബി ഹൗസിനകത്തേക്ക് കയറി അവിടെ ആകെപ്പാടെ അലങ്കോലമാക്കി. ബിഗ് ബോസിനെ പോലും അനുസരിച്ചിട്ടില്ല. ജാസ്മിന് ഗബ്രി കൊടുത്ത മാല വലിച്ചു പൊട്ടിച്ചു, ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറി എറിഞ്ഞു തുടങ്ങി ഒട്ടനവധി വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരുന്നു. ഇതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ലൈവ് കാണുവാൻ വേണ്ടി ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാക്കി പല വ്യക്തികളും കാത്തിരിക്കുകയാണ്. ക്രമാതീതമായിട്ട് ലൈവ് കണ്ടവരുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. രാവിലെ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഏകദേശം 25,000-ത്തിലധികം ആൾക്കാരാണ് ലൈവ് കാണുവാൻ വേണ്ടിയിരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞത്. അതായത് ഹോട്ട്സ്റ്റാറിൽ നമ്മൾ ലൈവ് കാണുമ്പോൾ എത്ര ആൾക്കാർ തത്സമയത്ത് അത് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇന്നലെ കേട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വലിയ ചൂടൻ സംഭവങ്ങൾ കാണുവാൻ വേണ്ടി കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരുന്ന വ്യക്തികൾക്ക് നിരാശപ്പെടേണ്ടതായിട്ടാണ് വന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത്. ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ചേർത്ത് പിടിക്കുന്ന, മോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, നീ അവിടുന്ന് വന്ന സമയത്ത് നിനക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും, എല്ലായ്പ്പോഴും നിനക്ക് ഞങ്ങൾ സപ്പോർട്ടാണ്, നീ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, നീ ആ ഗെയിമിൽ മാത്രം ശ്രദ്ധിക്കുക, ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് മുൻപോട്ട് പോകാൻ ശ്രമിക്കുക, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്, നീ കപ്പടിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും ആയിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുവാൻ തുടങ്ങി. ഞാനും കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു. അതിനകത്ത് പലതിലും അപ്പനെയും ജാസ്മിനെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. കാരണം അവരുടെ വാക്കുകൾ, അവരുടെ ഓരോരോ രീതികൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. ബിഗ് ബോസിനെ അടക്കം നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ യോജിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അത് തുറന്നു പറഞ്ഞേ മതിയാവുകയുള്ളൂ. പല വീഡിയോകളുടെ അടിയിലും വന്നിരിക്കുന്ന വളരെ പരുഷവും മോശവുമായിട്ടുള്ള പല കമന്റുകളുണ്ട്. ആ കമന്റുകളുടെ ആകെത്തുക ഇങ്ങനെയാണ്: ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല സംഭവിച്ചത്. അപ്പൻ അകത്ത് കയറിയിട്ട് മകളെ തകർത്ത് തരിപ്പണമാക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും നാൾ അവൾക്ക് ലഭിച്ചതൊന്നും പോരാ, അതിനപ്പുറത്ത് സൈബർ അറ്റാക്കിന് വേണ്ടി അവളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു സന്തോഷകരമായ നിമിഷമാണ് എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജാസ്മിനേക്കാൾ ഏറ്റവും വലിയ പാപിയായി ജാസ്മിന്റെ അപ്പൻ മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ജാസ്മിന്റെ ഉമ്മ മാറിയിരിക്കുകയാണ്. എങ്ങനെ ഒരപ്പന് ഇതൊക്കെ കഴിയുന്നു? ഇയാൾ ഭൂലോക അധമനാണ്, അയാൾ വൃത്തികെട്ടവനാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഈ കമന്റ് എഴുതുന്ന ആൾക്കാരോട് ചോദിക്കുവാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിനകത്തേക്ക് കയറി ചെന്ന് സർവ്വശക്തിയും എടുത്ത് ജാസ്മിനെ തലയ്ക്കടിച്ച് താഴെയിട്ട് അവരുടെ മുകൾ കയറി ഇരുന്നുകൊണ്ട് അരയിൽ ചേടി വെച്ചിരിക്കുന്ന ഒരു പിച്ചാത്തി എടുത്ത് അവരുടെ ചങ്കിൽ കുത്തിയിറക്കുന്നതൊക്കെ കാണണമെന്നായിരുന്നോ നിങ്ങൾ ആഗ്രഹിച്ചത്? അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ, അല്ല ഒരു തെറിവിളിയെങ്കിലും അവിടെ നടന്നിരുന്നെങ്കിൽ, കേൾക്കുന്ന നമുക്ക് ഒരു ആത്മരതി, ആത്മസന്തോഷം, അതിനപ്പുറത്ത് എന്താണ് സംഭവിക്കുക? ഇനി അത്രയും അധികമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്: നിങ്ങളും മനുഷ്യരാണ്, നിങ്ങൾക്കും ബന്ധങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മാതാവുണ്ട്, പിതാവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ അവരുടെ മകനോ മകളോ ഒക്കെ ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിലൊന്നും തെറ്റുപറ്റാത്ത ആൾക്കാരല്ല. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ചില തെറ്റുകളൊക്കെ തെറ്റാണെന്ന് മനസ്സിലായിട്ടും സാഹചര്യവശാൽ അതിനകത്തൊക്കെ വീണ്ടും നമുക്ക് തുടരേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെയെങ്കിലും അങ്ങനെയാകാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യർ പല ടൈപ്പാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ എന്നെ പൊങ്കാലയിടാൻ വരുമെന്ന് നന്നായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ അപ്പന് അമ്മയെ കൂടാതെ മറ്റൊരു ബന്ധമുണ്ട് എന്ന് കരുതുക. അതൊരു വഴിവിട്ട ബന്ധമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു. ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? പെട്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പൗരപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടി ഒരു ഗ്രാമസഭ കൂടി തീരുമാനിക്കുകയാണ് അവരെ പരസ്യമായിട്ട് വിചാരണ ചെയ്യണമെന്ന്. അങ്ങനെ പരസ്യമായി വിചാരണ ചെയ്ത് ഒടുവിൽ അതിനകത്ത് വെച്ച് ഒരു വിധി കൽപ്പിക്കപ്പെടുന്നു. ആ വിധി പ്രകാരം നിങ്ങൾ അയാളുടെ തലക്കടിച്ചങ്ങ് കൊല്ലുവാൻ തീരുമാനിക്കുന്നു. ഇതാണോ സംഭവിക്കുക? ഇനി നിങ്ങൾ ഒരപ്പനോ അമ്മയോ ആയിക്കോട്ടെ, നിങ്ങളുടെ മക്കൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ ഇത്തരത്തിലായിരിക്കുമോ നിങ്ങളൊരു തീരുമാനമെടുക്കുക? ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. തെറ്റ് ചെയ്യപ്പെട്ടു, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാന കാര്യം ഇരുചെവി അറിയാതെ അത് എത്രയും പെട്ടെന്ന് മൂടി വെക്കുക, അതിനെ ഇല്ലായ്മ ചെയ്യുക. സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്കുണ്ട്, അത് കളഞ്ഞു കുളിക്കാതിരിക്കുവാൻ തക്കവണ്ണം മറ്റൊരാൾ അറിയാതെ ആ പ്രശ്നം സോൾവ് ചെയ്തെടുക്കുക. അതുകൊണ്ട് പെരയ്ക്കകത്ത് തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? അതുതന്നെയാണ് കരണീയമായ വിഷയം. അതുകൊണ്ട് തന്നെ നാം ഒക്കെ അതിനാണ് മുതിരുക. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു മനുഷ്യൻ തന്നെയാണ് ഈ ജാഫർ എന്ന് പറയുന്ന ജാസ്മിന്റെ അപ്പനും പിന്നെ ജാസ്മിന്റെ ഉമ്മയും ഒക്കെ. ജാസ്മിൻ എന്ന അവരുടെ മകൾ നിമിത്തം അവരുടെ തല സമൂഹത്തിന്റെ മുമ്പിൽ കുനിഞ്ഞു പോയിട്ടുണ്ട്. ജീവിതകാലത്ത് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള തെറിവിളികൾ അവർക്ക് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം അവരുടെ മകൾ മൂലം ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തീർത്തേക്കാം ആ ബന്ധം എന്ന് പറഞ്ഞായിരിക്കില്ല അവർ ഒരിക്കലും പോകുന്നത്. അവരുടെ മകളാണ്. അതുകൊണ്ട് തന്നെ ആ മകളെ അവർ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിച്ചു. അതിലെന്താണ് ഇത്ര തെറ്റ്?
അവൾ അവിടുത്തെ ഗെയിമറാണ്. ആ ഗെയിമർക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചു. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ വഴിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ പോകാതിരിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ ക്രൂരമായിട്ടുള്ള പരിഹാസങ്ങളും അടച്ചാക്ഷേപിക്കലും കഠിനമായ ശിക്ഷ നടപ്പാക്കലുമായിട്ടൊന്നും നമ്മൾ ആരും മുൻപോട്ട് പോകില്ല. കാരണം ഇത് വല്ലവന്റെയും കാര്യമല്ലല്ലോ, ഇത് സ്വന്തം കാര്യമാണ്. അപ്പോൾ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വരുമ്പോൾ കണ്ടു നിൽക്കാൻ നല്ല ശേലാണ് എന്ന് പറയുന്നത് പോലെ മാത്രമേ ഇതുള്ളൂ. സ്വന്തം വീട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ മാക്സിമം മൂടി പൊതിഞ്ഞു വെക്കുവാൻ ശ്രമിക്കും. ജാസ്മിന്റെ ഉമ്മയും ഉപ്പയും സംബന്ധിച്ച് ജാസ്മിൻ ഇപ്പോഴും അവരുടെ മകൾ തന്നെയാണ്. മകൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ലോകം മുഴുവൻ അവളെ വേട്ടയാടുകയാണ്. എല്ലാവരും വേട്ടയാടുന്ന സമയത്തും അവർക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും കഴിയില്ല. അവൾക്ക് മാക്സിമം അവർ മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. തിരിച്ചായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടത്. അവിടേക്ക് കയറി ചെന്നിട്ട് എടി മൂദേവി, കുടുംബത്തിന്റെ സമാധാനവും സ്വസ്ഥതയും അന്തസ്സും ആഭിജാത്യവും എല്ലാം കളഞ്ഞു കുളിച്ച നീ ഇനി അങ്ങോട്ട് വന്നേക്കരുത്, നീയുമായിട്ടുള്ള ബന്ധം മുറിച്ചു ഞങ്ങൾ എന്ന് പറയുന്നത് കേൾക്കുവാനും ആ വേദനയിൽ അവർ അവിടെ കിടന്ന് തലതല്ലി കരയുന്നത് കാണുവാനും അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇത് നമ്മുടെ കുടുംബത്തിന്റെ വിഷയമല്ലല്ലോ. തീർച്ചയായിട്ടും കാണികളായ നമ്മുടെ മുൻപിൽ വരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ ഇത് കാണുവാനും അഭിപ്രായം പറയുവാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം വിധി പ്രഖ്യാപിക്കപ്പെടുക എന്നൊരിക്കലും ശാഠ്യം പിടിക്കുവാൻ കഴിയില്ല. നമുക്ക് വേണമെങ്കിൽ തെറി വിളിക്കാം. നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പരസ്യമായിട്ട് എങ്ങനെയും നമുക്ക് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അതിനനുസരിച്ച് അവർ പ്രതികരിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം ജാസ്മിന്റെ അപ്പൻ ജാഫറും ഉമ്മയും ഒക്കെ അവിടെ പോയിട്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ഹീനകർമ്മം ചെയ്യാത്ത കാരണത്താൽ ജാഫർ ഇപ്പോൾ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും ഏറ്റവും അധികം തെറിവിളി കേട്ടുകൊണ്ടിരുന്നത് ജാസ്മിൻ ആയിരുന്നു. പക്ഷേ ഇന്നു മുതൽ ആ ലിസ്റ്റിൽ മുകളിലേക്ക് ജാഫറും കയറി വന്നിരിക്കുകയാണ്. കാരണം അയാൾ കൊച്ചുവിച്ചാത്തിയുമായിട്ടല്ല ബിഗ് ബോസിനുള്ളിലേക്ക് പോയത്. എന്റെ അഭിപ്രായത്തിൽ വളരെ പക്വതയോടുകൂടി തന്നെയാണ് അദ്ദേഹം അവിടെ പെരുമാറുകയും ഇടപെടുകയും ഒക്കെ ചെയ്തത്. കൃത്യമായിട്ട് ജാസ്മിന് അവർ അവരുടെ ഹൃദയത്തിന്റെ സന്ദേശം കൈമാറിയിട്ടുണ്ട്. ഗബ്രി കൊടുത്ത മാല ഊരി മാറ്റുകയും ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റുകയും ചെയ്തതിൽ കൂടി സമൂഹം എന്താണ്, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും അവരെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നതെന്നും വളരെ കൃത്യമായിട്ട് ജാസ്മിന് സൗമ്യമായ ഭാഷയിൽ അവർക്ക് സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പോരെ. പിന്നെ ജനലക്ഷങ്ങൾ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പ്രതികരിക്കുന്നതിൽ ഒത്തിരി പരിമിതികൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പറയുകയും ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. അതൊക്കെ അവരുടെ പാടായി, അവരുടെ കാര്യങ്ങളായി. അത് അവരുടെ വീട്ടിൽ വെച്ച് അവർ സംസാരിച്ച് തീർത്തോളും. 24 മണിക്കൂറും അവരുടെ സ്വകാര്യതയിലേക്ക് മാത്രം കണ്ണുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവുകയില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇതിന്റെ കീഴിൽ വന്നിട്ട് ജാസ്മിനെ വെളുപ്പിക്കുവാൻ ജാസ്മിന്റെ PR എത്തി എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് സ്വസ്വാഗതം എന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്തായിരുന്നു എന്റെ നിലപാടെന്ന്. അവർ ചെയ്ത ഓരോരോ പ്രവർത്തികളുടെയും തെറ്റുകളും ശരികളുമൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. വിമർശിക്കേണ്ടതിനെ കണക്കിന് വിമർശിച്ചിട്ടുമുണ്ട്. ചിലരുടെയൊക്കെ കമന്റുകൾ കേട്ടാൽ ജാസ്മിന്റെ അപ്പനെ പോലെ ഉണ്ണാക്കൻ വേറെ ആരും ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. കാരണം ജാസ്മിനാണല്ലോ അയാളുടെ കടം വീട്ടിയത്, ജാസ്മിനാണല്ലോ വീട് വെച്ചത്, ജാസ്മിന്റെ പണം കൊണ്ടാണല്ലോ അയാൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് ജാസ്മിന്റെ അടിമയായി നിൽക്കുവാനേ കഴിയൂ. അയാൾക്ക് ആണത്തമുണ്ടായിരുന്നുവെങ്കിൽ അയാൾ അയാളുടെ ഉഗ്രരൂപം അവിടെ കാണിച്ചു കൊടുത്തേനെ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ.